ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് 2-3 ആഴ്ചയ്ക്ക് മുന്നേ കൊണ്ടുവന്ന ഇലയാണിത്. കവറിൽ അങ്ങനെ വെച്ചിരുന്നു, മറന്നു പോയതാണ്. ഇതാണ് വയണ ഇല. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. വേറൊന്നുമല്ല, ഞാനിത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ബിരിയാണിയിലൊക്കെ നമ്മൾ ചേർക്കത്തില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം പറിക്കുന്ന സമയത്ത് കുറേ അധികം നല്ല വലിയ ഇല നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വയണയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് ഇലയൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 ആഴ്ച എന്തായാലും കൂടുതലായി കാണും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ പിന്നെ നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് അത് ഇങ്ങനെ ഒരുപാട് ഇലയൊന്നും ചീത്തയായിപ്പോയില്ല. ഒരു 3-4 ഇല ഇങ്ങനെ ഒന്ന് കരിഞ്ഞുണങ്ങി പോയതേ ഉള്ളൂ. അപ്പോൾ ഇന്നും അമൃതം പൊടി വെച്ചിട്ടാണ് വയണയപ്പം ഉണ്ടാക്കുന്നത്. ഈ ഒരു ഇലയുടെ മണം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പയറും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ ഇതിൻ്റെ കൂടെ ഈ മാവിൻ്റെ കൂടെ ചക്ക ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അമൃതം പൊടി വെച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അല്ലാണ്ട് അമൃതം പൊടി കൊണ്ട് പുട്ട്, പിന്നെ അവലോസും പൊടി ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പിന്നെ കുഞ്ഞിന് കുറുക്ക് ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചിലർ ഇത് വെച്ചിട്ട് ഹൽവയൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാനതൊന്നും ട്രൈ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റോ എങ്ങനെ വേണോ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നതോ അത് ചേർത്തിട്ട് മാവ് ഈ മാവിൻ്റെ കൂടെ ശർക്കര അതൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ശർക്കരയല്ല, കരിപ്പെട്ടിയാണ് പാനിക്ക് എടുത്തിട്ടുള്ളത്. ശർക്കര തീർന്നത് കൊണ്ട് തന്നെ ഞാൻ കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം തേങ്ങയും ശർക്കരയും ഒക്കെ കരിപ്പെട്ടിയും പിന്നെ പയറ് പൊടിച്ചതും കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട്. എല്ലാം ചേർത്ത് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. മാവ് നന്നായിട്ട് കുഴച്ച് ഇലയിലോട്ടാക്കി കഴിഞ്ഞ് ആവിയിൽ പുഴുങ്ങിയെടുത്ത ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് കഴിക്കാനായിട്ട് വീട്ടിൽ ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നുണ്ടാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എന്തായാലും നമുക്ക് ഒരു കവർ മാവ് എടുക്കുമ്പോൾ കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും കഴിക്കാൻ ഞാൻ മാത്രം ഇരിക്കേണ്ടി വരും. കാരണം ഇവിടെ പിള്ളേർ കൊച്ച് 1-2 തിന്നാലായി. അതുമല്ല ഈച്ചായൻ അങ്ങനെ മധുരമുള്ള ഐറ്റംസൊന്നും അധികം ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് അധികം ഇതൊന്നും കഴിക്കാനും നിൽക്കില്ല. അപ്പം ഇന്ന് എന്തായാലും കഴിക്കാൻ ആളുള്ളതുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലയിടങ്ങളിൽ ഇതിൻ്റെ തെരളി ഇല, വയണ ഇല അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ തെരളിയപ്പം, വയണയപ്പം, കുമ്പിളപ്പം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞങ്ങളിവിടെ ഇത് വയണയപ്പം എന്നും പറയാറുണ്ട്, ചിലർ തെരളിയപ്പം എന്നും പറയാറുണ്ട്. സംഭവം എന്തായാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10-20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഐറ്റം വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല മണം ഉണ്ടായിരുന്നു. മാത്രമല്ല അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.